Hi, hello dear students. Welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ പരീക്ഷകൾ ഈ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കണ്ടതാണ്, സ്റ്റുഡൻസിനൊക്കെ നമ്മൾ അറിയിച്ചതാണ്. എന്തുകൊണ്ടാണ് പരീക്ഷ മാറ്റിവെക്കാൻ കാരണം? ഇപ്പോൾ ഈ അടുത്ത് നടന്ന ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പരീക്ഷകളെല്ലാം മാറ്റിവെച്ചിരുന്നത്. അവിടെ അസംബ്ലി ഇലക്ഷൻ ആയിരുന്നു. അപ്പം ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ പരീക്ഷകൾ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നതുകൊണ്ടാണ് അത്തരത്തിൽ ഇലക്ഷൻ കാരണം പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇനി കേരളത്തിൽ അടുത്ത മാസം ഇലക്ഷൻ നടക്കുകയാണ്. ഒരുപാട് PSC എക്സാമിനേഷനൊക്കെ അതിനോടനുബന്ധിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഈ ഇലക്ഷനുമായിട്ട് വരുന്ന സമയത്ത് ടീച്ചേഴ്സ് ആണെങ്കിലും അവരെല്ലാം ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായിരിക്കും. സ്കൂളുകളും കോളേജുകളെല്ലാം ഈ പറഞ്ഞ വോട്ടെണ്ണലിലൊക്കെ ഭാഗമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പല രീതിയിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ വൺസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ കേരളത്തിൽ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ പറഞ്ഞ പോലെ റിലീസ് ആവുകയും അത് പിന്നീട് കുറേ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ടാണ് സഡൻ ആയിട്ട് അങ്ങനെ ഒരു തീരുമാനം NIOS എടുക്കാൻ കാരണം. എന്തായാലും വൈകിപ്പിക്കാതെ തന്നെ അവർ പുതിയ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതാണ് നോട്ടിഫിക്കേഷൻ. അപ്പം ഇതിൻ്റെ നിങ്ങൾ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 കോളംസ് നമ്മൾ നോക്കണ്ട. കാരണം ഓൺലി ബീഹാർ സ്റ്റേറ്റിൽ അവർക്ക് കുറച്ച് പരീക്ഷകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത്. അപ്പം അത് 29നും അതുപോലെ തന്നെ 1 ഡിസംബറിനൊക്കെ നടത്തുന്നത്. അപ്പോൾ അത് ഓൺലി ഇൻ ബീഹാർ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ മാറ്റിവെച്ച പരീക്ഷകൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് മാറ്റിവെച്ച പരീക്ഷകളുടെ പുതുക്കിയ തീയതി വന്നിട്ടുണ്ട്. 2 ഡിസംബർ 2025 ട്യൂസ്ഡേ ആണ് വരുന്നത്. അതായത് ഡിസംബർ 2-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഇനി മാറ്റിവെച്ച പരീക്ഷകൾ, കേരളത്തിൽ ഉൾപ്പെടെ മാറ്റിവെച്ച പരീക്ഷകൾ വന്നിട്ടുള്ളത്. അതിൻ്റെ സീനിയർ സെക്കൻഡറി കോഴ്സായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, ഹിസ്റ്ററി, എൻവയോൺമെൻറ്റ് സയൻസ്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നുള്ളത് സബ്ജക്റ്റും കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സമയം 2:30 മുതൽ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 5:30 വരെയാണ് സമയം. സീനിയർ അതായത് സെക്കൻഡറി കോഴ്സുകളായിട്ട് പെയിൻറ്റിംഗ് എന്നുള്ളൊരു കോഴ്സാണ്. അതും ഈ പറഞ്ഞ സമയം 2:30 മുതൽ 4:30 വരെയാണ്. ഓക്കെ, സോ ഇപ്പോൾ ഈ പരീക്ഷകൾ മാത്രമാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഫിസിക്സ്, ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ സയൻസ് സ്ട്രീം എടുത്ത കുട്ടികൾക്കൊക്കെ ഫിസിക്സ് മാറ്റിവെച്ചിട്ടുള്ള പരീക്ഷയാണ്, ഹിസ്റ്ററി മാറ്റിവെച്ചിട്ടുള്ള പരീക്ഷയാണ്, എൻവയോൺമെൻറ്റൽ സയൻസ് ഒക്കെ. അപ്പോൾ ഈ പറയുന്ന പരീക്ഷകളൊക്കെ ഫിസിക്സും ഹിസ്റ്ററിയൊക്കെ അത്യാവശ്യം പാടുള്ള അല്ലെങ്കിൽ പഠിക്കാൻ നമുക്ക് അധിക സമയം വേണ്ട പരീക്ഷകളാണ്. അപ്പോൾ എന്തായാലും പരീക്ഷ മാറ്റിവെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ 2-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഏകദേശം 10-20 ദിവസത്തോളം സമയമുണ്ട് അല്ലേ? ഏകദേശം ഒരു 15 ദിവസത്തോളമൊക്കെ സമയമുണ്ട്, റൈറ്റ്? അപ്പം എന്തായാലും ആ സമയത്ത് നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. പിന്നെ ഡേറ്റ് മറക്കണ്ട, 2 ഡിസംബർ ആണ്. വൺസ് മാറ്റിവെച്ച പരീക്ഷയാണ് എന്നുള്ളതും പിന്നെ സമയം ശ്രദ്ധിക്കുക. 2:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊക്കെ നിങ്ങൾ ഫ്രണ്ട്സ് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെയൊക്കെ അറിയിക്കുക, ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്നും. ഇത് ഡയറക്റ്റായിട്ട് NIOSൻ്റെ തന്നെ നോട്ടിഫിക്കേഷനാണ്. 17 നവംബറിന് ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പഠനമൊക്കെ ആരംഭിച്ചോളൂ. പുതുക്കിയ തീയതി വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ മാറ്റാനൊന്നും സാധ്യതയില്ല. കാരണം കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെയാണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. കാരണം ഇൻ ബിറ്റ്വീൻ ഇനി ഇവിടെ പ്രശ്നമായി കഴിഞ്ഞാൽ വീണ്ടും മാറ്റി വെക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 2-ാം തീയതി തന്നെ പരീക്ഷ നടക്കും എന്നുള്ളതാണ് നമുക്കിപ്പം ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അറിയാൻ കഴിയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. NIOSൻ്റെ ക്ലാസ്സുകളൊക്കെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആണ്. സോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്.